വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ദേവസ്വം ബോർഡ് യോഗത്തിൽ ഉണ്ടാവുകയാണ്. മുൻ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തുകയാണ്, തിരുത്തുകയാണ്, മലക്കം മറിയുകയാണ് ദേവസ്വം ബോർഡ്. യുവതീ പ്രവേശനത്തെ എതിർക്കും എന്ന നിലപാടിലേക്ക് ദേവസ്വം ബോർഡ് എത്തുകയാണ്. സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകാൻ പോകുന്നു, നിലപാട് അറിയിക്കാൻ പോകുന്നു. വിശദമായ വാദത്തിലേക്ക് കോടതി കടക്കുന്നതിനിടെ വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കും എന്ന നിലപാടിലേക്ക് എത്തിക്കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എത്തുന്നത്. ടി.വി. പ്രസാദ് തുടരുന്നുണ്ട്. ടി.വി. പ്രസാദ്, നേരത്തെ സർക്കാർ സ്വീകരിച്ച നിലപാട്, അതിന്റെ ഭാഗമായുണ്ടായ കേരളത്തെ പിടിച്ചുലച്ച വിവാദം, പ്രതിഷേധ പരമ്പരകൾ, NSSനെ പോലുള്ള സംഘടനകൾ ഉയർത്തിയ എതിർപ്പ്, അതിൽ സർക്കാർ പ്രതിരോധത്തിലാവുന്നത്, പിന്നീട് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി സർക്കാരിന് നേരിടേണ്ടി വന്ന സാഹചര്യം, അതിനുശേഷം മനംമാറ്റത്തിന്റെ സൂചനകൾ നൽകിക്കൊണ്ടുള്ള പാർട്ടിയുടെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് ഇപ്പോഴിതാ ഏറ്റവും പ്രധാനമായി ദേവസ്വം ബോർഡ് ഒരു കക്ഷി എന്ന നിലയിൽ ദേവസ്വം ബോർഡ് ആ നിലപാട് തിരുത്താൻ പോകുന്നു. എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് ടി.വി. പ്രസാദ്? ശ്രീജിത്ത്, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാകെയായി അത് തിരുത്തുമെന്നൊരു നിലപാട് തന്നെയാണ് നേരത്തെ തന്നെ സർക്കാർ സ്വീകരിച്ചിരുന്നത്. അതിന്റെ ഭാഗമായി സർക്കാരിലെ നിയമമന്ത്രി അടക്കമുള്ളവരുടെ വാക്കുകൾ അതിന്റെ സൂചന കൂടിയായിരുന്നു. ആ തീരുമാനത്തിലേക്ക് ഇപ്പോൾ നീങ്ങുന്നു എന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഈ നിലപാടോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടി, ആ തിരിച്ചടിക്ക് പിന്നാലെ പാർട്ടിയുടെ വിലയിരുത്തൽ, ആ വിലയിരുത്തൽ CPIM-ഉം LDF സർക്കാരും വിശ്വാസികൾക്കെതിരാണ്, ശബരിമലയിലെ അയ്യപ്പ ഭക്തർക്കെതിരാണ് എന്ന് പറയുന്ന ഒരു ട്രെൻഡ് അത് സമൂഹത്തിൽ ആകെയുണ്ട്, അത് തിരുത്താനുള്ള നടപടി സ്വീകരിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഗൃഹസന്ദർശനം ഉൾപ്പെടെ പാർട്ടി നേതാക്കളുടെ തന്നെ നേതൃത്വത്തിൽ നടത്തിയത് നമ്മുടെ മുന്നിലേക്കുള്ളതാണ്. ഏറ്റവും അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലാണ് നമുക്കറിയാവുന്നതുപോലെ ആഗോള അയ്യപ്പ സംഗമം നടത്തി ഈ സർക്കാരും ദേവസ്വം ബോർഡും CPIM-ഉം ശബരിമല വിശ്വാസികൾക്കൊപ്പമാണ് എന്ന നിലപാട് പ്രഖ്യാപിക്കുന്ന സ്ഥിതിയുണ്ടായത്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് NSS ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ NSSന്റെ പ്രതിനിധിയെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് അയക്കുന്നതും നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇങ്ങോട്ടേക്കുള്ള ചർച്ചകൾ, അത് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എതിർത്തുകൊണ്ടുള്ള ഒരു നിലപാട് സർക്കാരിന്റെയോ ദേവസ്വം ബോർഡിന്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് തന്നെയായിരുന്നു. അതാണ് ഇനിയിപ്പോൾ തീരുമാനമായി വരാൻ പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മാസം മാർച്ച് 14-ാം തീയതിക്ക് മുമ്പ് സുപ്രീം കോടതിയിൽ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കണം. ആ നിലപാട് എന്നുള്ളത് ശബരിമലയിലെ വിശ്വാസങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും എതിർക്കുന്ന ഒരു നിലപാടായിരിക്കില്ല എന്നുള്ളതാണ്. അതായത് ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചെടുത്ത നിലപാട് തിരുത്തുന്നു എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനമായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് മാറുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നേരത്തെ NSSന്റേതുൾപ്പെടെയുള്ള പിന്തുണ ആഗോള അയ്യപ്പ സംഗമത്തിന് കിട്ടാനുള്ള ഒരു കാരണം, നേരത്തെ സുകുമാരൻ നായർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് സർക്കാർ അയ്യപ്പ വിശ്വാസികൾക്കൊപ്പമാണ് എന്നുള്ളതാണ്. ഉണ്ടായ തെറ്റി സർക്കാർ തിരുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അതിപ്പോൾ തീരുമാനമായി മാറുന്നു എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ എതിർക്കുന്ന നിലപാട് സർക്കാരും ദേവസ്വം ബോർഡും സ്വീകരിക്കുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഈ പാർട്ടിയും മുന്നണിയും പോകുമ്പോൾ ഈ പാർട്ടിയും മുന്നണിയും വിശ്വാസികൾക്കെതിരാണ് എന്ന് പറയുന്ന ഒരു പ്രതിച്ഛായ അത് സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് സർക്കാരും ദേവസ്വം ബോർഡും കടക്കുന്നത്. നേരത്തെ യുവതികളെ ശബരിമലയിൽ കയറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിമർശനങ്ങളാണ് CPIM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയനും LDF സർക്കാരും എല്ലാവരും ഏറ്റുവാങ്ങിയത്. അതിന്റെ ഭാഗമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി CPIM-ന്റെ അനുഭാവികൾ ഉൾപ്പെടെയുള്ളവർ ഈ സർക്കാരിനും പാർട്ടിക്കുമെതിരായി വോട്ട് ചെയ്തു എന്ന കണക്കുകൂട്ടലിലാണ് CPM ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ടാണ് പിന്നീടുള്ള ഒരു നിലപാട് മാറ്റവും ഉണ്ടായത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ തിരിച്ചടി സർക്കാരിന് മുമ്പിലുണ്ട്. മതാചാരങ്ങളുടെ അനിവാര്യതയും മതസ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും ഒക്കെയായി ബന്ധപ്പെട്ട 67ഓളം ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കാൻ പോവുകയാണ്. അതിൽ തന്നെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയവും സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. വിശദമായ വാദം കേൾക്കാൻ സുപ്രീം കോടതി ഒരുങ്ങുകയാണ്. അതിനു മുമ്പ് നിലപാട് വ്യക്തമാക്കണം എന്നുള്ള നിർദ്ദേശം കക്ഷികൾക്ക് സുപ്രീം കോടതി നൽകിയിരുന്നു. അതിന്റെ ഭാഗമായി ദേവസ്വം ബോർഡ് അവരുടെ മുൻ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞുകൊണ്ട് ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടണം, ശബരിമലയിലെ പാരമ്പര്യം സംരക്ഷിക്കപ്പെടണം എന്ന നിലപാടിലേക്ക്, പുതിയ നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. ആ യോഗ തീരുമാനങ്ങൾ K. ജയകുമാർ വിശദീകരിക്കും എന്ന് നമ്മൾ കരുതുന്നു. അല്പസമയത്തിനകം ചെറിയൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ എത്തും.